ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 45 റിവ്യൂ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നവർ. അപ്പോൾ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് അടുത്തത് ബി ഹോട്ടൽ എന്നുള്ള ടാസ്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള ആർക്കൊക്കെ എന്തൊക്കെ വർക്ക്സ് ആണ് എന്നുള്ള രീതി ആ ടാസ്കിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വർക്ക് കിട്ടിയത്, ലക്ഷ്മിക്ക് കിട്ടിയത് ജനറൽ മാനേജറായിട്ടാണ്. പിന്നെ ഓണറുടെ മോളുടെ ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആദിലയും ആര്യനുമാണ് ഉണ്ടായിരുന്നത്. അനുമോൾ മാനേജറായിരുന്നു. ഓണിയൽ, ബിന്നി, ജിഷൻ അവർ ഷെഫ്. അതിൽ ബിന്നി വന്നിട്ട് ഹെഡ് ഷെഫായിട്ട്. പിന്നെ അക്ബർ, രന അസിസ്റ്റൻറ്റ് മാനേജർ. നിവിൻ വന്നിട്ട് ചീഫ് മെഡിക്കൽ ഓഫീസർ. ജിസേൽ സെക്യൂരിറ്റി AK-47 എന്ന് പറഞ്ഞിട്ട്. അടുത്തത് പിന്നെ അഭിലാഷ്, നൂറ അവർ വന്നിട്ട് ജാനിറ്റേഴ്സ്, അതായത് വാഷ്റൂം ഏരിയയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ആൾക്കാരായിട്ടാണ് കിട്ടിയത്. പിന്നെ ഷാനവാസ് ആൻഡ് അനീഷിന് കിട്ടിയതാണ് റൂം അറ്റൻഡൻറ്റ്, ക്ലീനിങ് വർക്കൊക്കെ ഉള്ളത്. സാബുമാനാണ് മാജിക്കൽ പ്രതിമ. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, അവനിക്ക് ആ പ്രതിമക്ക് ഒന്നും ചെയ്യാനില്ല, അവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കാതെ കാണുമ്പോൾ ഈ വെയിലത്ത് ഇങ്ങനെ ചുമ്മാ നിൽക്കണം. ബിഗ് ബോസ് അറിഞ്ഞു കൊടുത്ത ടാസ്ക് ആണോ എന്ന് തോന്നി എനിക്ക്. ആ ക്യാരക്ടർ സാബുമാനിന് ഒന്നും ചെയ്യാനില്ല, സ്ക്രീൻ സ്പേസും ഇല്ല, ഒന്നും ഇല്ലാത്ത പോലെ ആ വെയിലത്ത് അവിടെ അങ്ങനെ നിൽക്കണം പ്രതിമയായിട്ട്. ഇടയിൽ അപ്പോൾ ലൈവിൻ്റെ ഇടയിൽ പ്രതിമ അകത്തേക്ക് കയറി വരുന്നുണ്ട് നമ്മുടെ ഗസ്റ്റ് വിളിച്ചിട്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, അല്ല പുറത്ത് നിർത്തിയ പ്രതിമ എങ്ങനെ അകത്തെത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ലൈവിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ടാസ്കിനെ കുറിച്ചിട്ട് 10 സ്റ്റാർ കൊടുക്കും ജനറൽ മാനേജറിന്. അത് ഓരോരുത്തരുടെ വർക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് സ്റ്റാർ കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ അക്ബറിനും അനീഷിനും പണി കിട്ടിയിട്ടുണ്ടല്ലോ, വലിയ പണി. അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ പാടില്ല, അനീഷിന് നോമിനേഷൻ ഇതുമില്ല. അപ്പോൾ സ്റ്റാർ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചാൽ അവരുടെ ഈ പണി റദ്ദാക്കപ്പെടും. ഇനിയിപ്പോൾ രണ്ടുപേരും ഒപ്പം വാങ്ങിച്ചാലും ഒരേ സ്റ്റാർ കണക്കാണെങ്കിലും റദ്ദാക്കപ്പെടും. അല്ല ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അങ്ങനെയാണെങ്കിലും ആ കൂടിയ ആൾക്ക് റദ്ദാക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ മാജിക്കൽ പവറുള്ള സെക്യൂരിറ്റിൻ്റെ മാജിക്കൽ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു പോണ്ടുണ്ട്. പോണ്ടിൽ കോയിൻ ഇട്ടിട്ട് നമ്മുടെ വിഷ് പറഞ്ഞാൽ അത് നടക്കുന്നതാണെങ്കിൽ ഒരു വടിയുണ്ട് കയ്യിൽ, അത് അനങ്ങും എന്നാണ് ഈ പ്രതിമക്കുള്ള ഒരു ഇതായിട്ട് പറഞ്ഞത്. അടുത്തതായിട്ട് പിന്നെ ഗസ്റ്റ് വന്നതാരൊക്കെയെന്ന് പിന്നെ പറയണ്ടല്ലോ. ശോഭ വിശ്വനാഥും ഷിയാസ് കരീമുമാണ്. ആക്ച്വലി ശോഭ വിശ്വനാഥ് കുറേയൊക്കെ ഓരോരുത്തരും ചൊറിയാനും ഇതാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഷിയാസ് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഷിയാസ് ആ പാവെടുത്തെറിഞ്ഞു എന്നല്ലാണ്ട് പിന്നെ വേറെ എവിടെയും ഷിയാസിനെ അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നല്ലാണ്ട് കാണാനില്ല. ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കൊരു സപ്പോർട്ടായിട്ട് വന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഷിയാസ് കരീം ഒരു എന്താ പറയുക, ഷിയാസ് കരീം വന്നിട്ട് ഒന്നും ഉണ്ടായില്ല ഈ പറഞ്ഞ പോലെ. അപ്പോഴും ഈ ശോഭ പറയുന്നുണ്ട്, നീ ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് ചൊറി, ഇവരുടെയൊക്കെ ഇത് മാസ്കൊക്കെ അഴിക്കണം, നീ പ്രത്യേകിച്ച് പുറത്ത് നിൽക്കണവനെ ഒന്ന് ഇതാക്കുക, അവനൊന്ന് പുറത്തേക്ക് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ലൈവിലുണ്ടായി, ഇതിലുണ്ടായില്ല കേട്ടോ. എപ്പിസോഡിൽ ഇതൊന്നും കാണിച്ചിട്ടില്ല, ലൈവിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷിയാസ് കരീം പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശോഭ പറയുന്നുണ്ട്, ഞാൻ ചെറിയ രീതിയിൽ ചെയ്യാം, നീ കുറച്ച് വലിയ രീതിയിൽ ചെയ്യും, ഇപ്പോൾ പാവെടുത്തിരുന്നില്ലേ അതുപോലെയൊക്കെ ചെയ്യും, ഇവരിനെയൊക്കെ ഒന്ന് പൊട്ടിക്കാനുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റ് അകത്തേക്ക് വരണം. അതിനുശേഷം പിന്നെ ഇത് ലഞ്ച് കഴിക്കുന്ന ടൈമിൽ പറഞ്ഞാണ് കേട്ടോ, അപ്പോൾ ഞാൻ ഓർമ്മ വന്നത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗസ്റ്റ് അകത്തേക്ക് വരികയാണ്. ഗസ്റ്റ് അകത്തേക്ക് വരുമ്പോൾ വെൽക്കം ചെയ്ത് പൂ ഇങ്ങനെയൊക്കെ ഇട്ട് ഇതൊക്കെ കൊടുത്ത്. അപ്പം ഈ നമ്മുടെ GM അതായത് ലക്ഷ്മി വരുമ്പോൾ മാത്രം ശോഭക്ക് തുമ്മൽ വരുന്നുണ്ട്, അലർജി വരുന്നുണ്ട്. ലക്ഷ്മി അടുത്തേക്ക് വരുമ്പോൾ തുമ്മാണ്. എന്നിട്ട് ലക്ഷ്മിനോട് ചോദിക്കുകയാണ്, കുളിച്ചില്ലേ ഇന്ന്, ഭയങ്കര ഡസ്റ്റാണ് ഇവിടെ, അടുത്തേക്ക് വരുമ്പോൾ തന്നെ അലർജി, പോയി കുളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് 3 പ്രാവശ്യം ലക്ഷ്മിനെ കൊണ്ട് കുളിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ടാർഗറ്റായിട്ട് ലക്ഷ്മിനെയാണ് വിചാരിച്ചിരിക്കുന്നത് തോന്നുന്നു നമ്മുടെ ശോഭ. അതുപോലെ തന്നെ ശോഭയും ലക്ഷ്മിനെ ടാർഗറ്റായി വിചാരിച്ചിട്ട് നമ്മുടെ അനുമോൾക്കും അവർക്കൊക്കെ സപ്പോർട്ടീവായിട്ടാണ് നിന്നത് കണ്ടത്. മൊത്തത്തിലൊരു ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റ് കൊടുക്കണ പണികളൊന്നും അവിടെ കിട്ടിയിട്ടില്ല ആർക്കും. കാരണം നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടാണ് സാബുമോനും അവരൊക്കെ വന്നിട്ട്, നമ്മുടെ അഖിൽമാരാറിൻ്റെ സീസണിലാണെങ്കിലും റോബിനും റിയാസൊക്കെ വന്നിട്ടില്ല. സോ ഇന്ന് റിയാസ് വരുന്നുണ്ട്, അത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഗസ്റ്റ് വന്നിട്ട് ഹൗസ് ക്ലീൻ ചെയ്തത് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഡസ്റ്റ് കിടക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ലക്ഷ്മിനെ കൊണ്ട് തന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെ
ആ വെള്ളത്തിൽ ഇങ്ങനെ കൈമുക്കി എടുത്ത് പിഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിനെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കുന്നുണ്ട്. ആദിലേനോടും നൂറിനോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ ഇവിടുത്തെ ഓണർ മീൻസ് നൂറല്ല അതിലാണ് ഓണറിൻ്റെ മകള്, പക്ഷേ അവർ രണ്ടുപേരും നിൽക്കണോണ്ട് ഇവരെ കൊണ്ടൊക്കെ പറഞ്ഞ് പണിയെടുപ്പിക്കണം, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ എന്നുള്ള രീതിയിലൊക്കെ അവരെ കൊണ്ട് പറഞ്ഞ് പണിയെടുപ്പിക്കണമൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ ആര്യനെ കൊണ്ട് സാരിത്തുമ്പ് പിടിച്ച് നടത്തിക്കണതും ഒക്കെയാണ് കാണിക്കുന്നത്. നിനക്ക് ഇവിടെ ഒരു പണിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സാരിത്തുമ്പ് പിടിച്ചോ എന്നുള്ള രീതിയിലൊക്കെ. സോ അത് നമ്മുടെ എപ്പിസോഡിലുണ്ടായിരുന്നില്ല, ലൈവിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പിന്നെ അടുത്തായി കാണിക്കുന്നത് അതിലെ പറയുന്നുണ്ട്, ഇവൻ എൻ്റെ ബോയ് ഫ്രണ്ടാണ്, പക്ഷെ എനിക്ക് ഇതല്ല, എനിക്ക് വേറൊരാളാണ് ക്രഷ് എന്ന് പറഞ്ഞിട്ട് നൂറനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യണം, അവരുടെ ഒരു പ്രപ്പോസ് സീനും അതൊക്കെയാണ് കാണിച്ചത്. അതിൻ്റെ ഇടയിൽ മറ്റേ ലക്ഷ്മിക്കുള്ള ഒരു കുത്തും ഉണ്ടായിരുന്നു, എന്താ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ശോഭ എൻ്റെ നെയിൽ പോളിഷ് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായത്, റെയിൻബോൻ്റെ നെയിൽ പോളിഷൊക്കെയാണ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട് LGBTQ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്, എന്താ നിങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, എനിക്ക് അതിന് നോർമലൈസ് ചെയ്യാനുള്ള താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിനോട് പറയുന്നുണ്ട്, പോയി കുളിച്ചിട്ട് വരും, കുളിച്ച് ആ ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോകും, തലയിൽ ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ കുറച്ച് മാറ്റമൊക്കെ വരും എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മിനെ പറഞ്ഞയക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിച്ചാണ് നമ്മുടെ ഷിയാസ് കരീം വന്നിട്ട് അനുമോളുടെ പ്ലാച്ചിയെ നോമിനേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സീന് കാണിച്ചത്. എവിടെ നിൻ്റെ പ്ലാച്ചി പറഞ്ഞിട്ട് പോയി എടുത്തു കൊടുക്കുന്നുണ്ട്. എന്താ സാർ ചെയ്യാൻ പോണേ, എന്താ സാർ അനുമോൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് അവളുടെ ഒരു പ്ലാച്ചിയും പറഞ്ഞിട്ട് എറിയുന്നുണ്ട് പുറത്തേക്ക്. എന്നിട്ട് അനുമോൾ കരയുന്നുണ്ട്, തലതല്ലി കരയുന്നുണ്ട്, ഷിയാസിനെ അടിക്കുന്നുണ്ട്, എന്തിനാണ് കളഞ്ഞത്, എന്തിനാണ് എനിക്ക് എടുത്ത് പറഞ്ഞിട്ട് കടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പം മറ്റുള്ള വർക്കേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഗസ്റ്റിന് എന്താ ഇങ്ങനെ കാണിക്കണമെന്ന് ലക്ഷ്മിയും അക്ബറും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഈ പാവനെ എടുത്ത് കളയാൻ പോകുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, സാർ അതിനെ കളയുമ്പോൾ പുറത്ത് പോയോ എന്നൊന്ന് ഉറപ്പ് വരുത്തണേ സാർ, അല്ലാതെ ഇനി അതിനെ എൻ്റെ ഉള്ളിലേക്ക് ആക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ബിന്നിയാണല്ലോ മെയിൻ ഷെഫ്. കിച്ചൺ ക്ലീൻ അല്ല, വെസലൊക്കെ കഴുകാൻ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഞാൻ വർക്കേഴ്സിനെ വിളിച്ചാണ്, പക്ഷേ വർക്കേഴ്സ് വരുന്നില്ല, ഈ വെസൽ ക്ലീൻ ചെയ്യാൻ കുറേ നേരമായി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ മാനേജറാണ് വന്നിട്ട്, അതായത് അൻമോളാണ് വന്നിട്ട് വെസൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് GMന് ഇവർ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്റ്റാർ കൊടുക്കാം, അത് നമ്മുടെ ഗസ്റ്റിനോടും അഭിപ്രായം ചോദിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റാർ ഫസ്റ്റ് തന്നെ കിട്ടിയത് നൂറക്കും അഭിലാഷിനും പിന്നെ ഓനിയലിനും ജിഷിനുമാണ് കിട്ടിയത്. അപ്പോൾ തന്നെ ബിന്നിയുടെ ഫേസ് മാറി, കാരണം മെയിൻ ഷെഫായിട്ട് ബിന്നിയാണ്, ബിന്നിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം ബിന്നിക്ക് ഉണ്ടായിരുന്നു. പിന്നെ നിവീന് കിട്ടി, ഷാനവാസ്, അനീഷ്, അനു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി അസിസ്റ്റൻറ്റ് മാനേജറിന് സ്റ്റാർ കൊടുക്കാൻ പോകുമ്പോൾ ബിന്നി എണീച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, വെസൽ ക്ലീനിങ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ അതിനൊരു ആക്ഷൻ എടുത്തില്ല, മറ്റുള്ള വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചില്ല, എന്നിട്ട് അവർക്ക് എന്തിനാ കോയിൻ കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അക്ബറിന് അവർ കോയിൻ കൊടുക്കുന്നുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതി പറഞ്ഞിട്ട്. പിന്നെ സാബുമാനിന് കോയിൻ കൊടുത്തു, വെയിലത്ത് നിന്നിട്ടായാലും ഞങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിച്ചു, ഇത്ര നേരം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വെയിലത്ത് നിൽക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരു കോയിൻ അവനിക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശോഭ ബെഡ്റൂമിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് ബെഡിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു ബിസിനസ് വുമണ് ഈ കൂറ ബെഡാണോ കിടക്കാനുള്ളത്, നിങ്ങൾക്ക് ബെഡൊക്കെ മാറ്റിക്കൂടെ, നല്ല കുതിച്ചു പൊന്തുന്ന ബെഡൊക്കെ ആക്കിക്കൂടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ ഇവിടെ ഇതാണ് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനീഷിനോട് അവിടെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശോഭക്ക് വേണ്ട. എന്നിട്ട് പിന്നെ അനീഷ് വരുമ്പോൾ എല്ലാം കഴിഞ്ഞു മാം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ സ്റ്റാച്ചു പറഞ്ഞിട്ട് ജിസൈലിനോട് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. ഒരു ലേഡി മേക്കപ്പ് പോലെയൊക്കെ ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ അനുവിനെയും സ്റ്റാച്ചു പറഞ്ഞിട്ട് അനുവിനും ഒരു എഡ്ഷിയുടെ കോസ്റ്റ്യൂം പോലെ മേക്കപ്പ് ഇട്ട് കൊടുക്കുവാനിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനീഷിനെ കൊണ്ട് പോകാൻ നമുക്ക് റാമ്പ് വാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മേക്കപ്പിൽ തന്നെ എല്ലാവരുടെയും ശോഭയും അനീഷും കൂടെ റാമ്പ് വാക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പം അക്ബർ പാട്ട് പാടുന്നുണ്ട്, റാമ്പ് വാക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം നന്നായിട്ട് തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇവരിന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിവിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് മോഷ്ടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ GM പറയുന്നുണ്ട്, ഇവിടെ ഗസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ, മോഷ്ടിച്ച് കഴിക്കരുത് പറയുന്നുണ്ട്. എന്നിട്ട് നിവിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ എന്തൊക്കെയോ മോഷ്ടിച്ചിട്ട് പോയിട്ട് പൗഡർ റൂമിൽ പോയിരുന്ന് കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ഫുഡ്
ഗസ്റ്റിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേന്ന് പറഞ്ഞിട്ട് ആര്യന് ഞാൻ ഷിയാസ് നടക്കണ പോലെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷിയാസ് ചോദിക്കുന്നത് ഇത് ഞാനല്ലല്ലോ, ഇത് ജയറാം നടക്കണ പോലെയാണല്ലോ നടക്കണേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉപ്പ് കൂടിയ ഫുഡാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫ് വന്നിട്ട് ഇത് പറയുമ്പോൾ നമ്മുടെ GM പറയുന്നുണ്ട് ഇവിടെ ഒരു ഷെഫ് നിന്നാൽ മതി, ബാക്കി എല്ലാ ഷെഫും പോയിക്കോ, ആരാണ് കുക്ക് ചെയ്ത് അവർ നിന്നാൽ മതി പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിർത്തുന്നില്ല. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ നിൽക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിച്ചതാണ് ആദിലയും ആര്യനും നമ്മുടെ മാജിക് പ്രതിമേൻ്റെ അവിടെ പോയിട്ട് ആ പോണ്ടിൽ കോയിൻ ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട് മാജിക് പ്രതിമയോട്, അല്ല ഇപ്രാവശ്യം ഇപ്പോൾ ഇതിൽ കോയിൻ കിട്ടിയ ഡയറക്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരിൽ ആരായിരിക്കും നോമിനേറ്റ് ആവുക, ഡയറക്റ്റ് ലക്ഷ്മിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രതിമ മിണ്ടില്ല. അപ്പോൾ അതിൽ പറയണേ ഇതിൻ്റെ ബാറ്ററി ഇല്ല തോന്നുന്നു, ഈ ഞാൻ അച്ഛൻ കൊടുത്തയക്കണ ബാറ്ററിയൊക്കെ ഇവരെന്താ ചെയ്യുന്നത്, തിന്നുകയാണോ ഇത്ര പെട്ടെന്ന് ബാറ്ററി ചാർജ് ചെയ്താൻ, അല്ലെങ്കിൽ പിന്നെ അവർ മീൻസ് ലക്ഷ്മിയെ വെച്ചിട്ടുണ്ടാവും ബാറ്ററി, അതാണ് അവർക്ക് ഇത്ര ചാർജ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിവിൻ പ്രതിമൻ്റെ അടുത്ത് പോയിട്ട് നിവിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഉരുകയാണ്, നീ പുറത്ത് നിന്ന് ഉരുകയാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണറുടെ മോൾക്ക് സ്പെഷ്യൽ ഫുഡ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓണറിൻ്റെ മോൾക്ക് ഇവിടെ സ്പെഷ്യൽ ഫുഡൊന്നുമില്ല, ഇവിടെ മറ്റുള്ളവർക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കണോ അതേ ഉള്ളൂ, ഗസ്റ്റിനുള്ള ഫുഡ് മാത്രമേ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓണറിൻ്റെ മോള് മുട്ടയും ഓറഞ്ചൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബോയ് ഫ്രണ്ടും ഓണറിൻ്റെ മോളും കൂടെ കച്ചറ ആവുന്നുണ്ട്. കച്ചറ മീൻസ് എല്ലാവരും പറയുന്നുണ്ട് എന്തിനാ, അതായത് ഷെഫും ആൾക്കാരും അങ്ങനെ മോഷ്ടിക്കരുത്, പിടിക്ക് വാങ്ങുക എന്നുള്ള രീതിയിലൊക്കെ. ഓണറിൻ്റെ മോളിന് അവിടെ കൺസിഡറേഷൻ ഇല്ല, ഓണറല്ലല്ലോ മോളല്ലേ, ഓണറിനെ നോക്കിയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ GMൻ്റെ അഭിപ്രായം. ഓണറിൻ്റെ മോൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല, ഓണറാണെങ്കിലേ നോക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആര്യനോട് പറയുന്നുണ്ട് ഓണറുടെ മോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഫുഡൊക്കെ മോഷ്ടിക്കുവാണോ ചെയ്യേണ്ടത്, ഗസ്റ്റിന് ഇതാക്കല്ലേ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ബോയ് ഫ്രണ്ട് അതായത് ആര്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണ്ട, അവർ ഓണറിൻ്റെ മോളല്ലേ എന്നുള്ള രീതിയിലേക്ക് ആര്യം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും സ്റ്റാർ കൊടുക്കാനുള്ള സമയമായപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ കിച്ചൺ ടീമിന് കഴിഞ്ഞ പ്രാവശ്യം കോയിൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം കിച്ചൺ ടീമിന് പറയുന്നുണ്ട് ഫുൾ ടൈം നിങ്ങൾ നിൽക്കുകയായിരുന്നു, ഇരുന്നിട്ടേ അല്ല നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് 2 കോയിൻ എന്ന് പറഞ്ഞിട്ട് ഇതിലെല്ലാവർക്കും 2 കോയിൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അക്ബറൊക്കെ വന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്, എന്തിന് കിച്ചൺ ടീമിന് 2 കോയിൻ കൊടുത്ത്, ഫുഡ് ഇവിടെ നേരെ കിട്ടിയിട്ടില്ല, ഞങ്ങളൊക്കെ പട്ടിണിയാവാൻ കാരണം കിച്ചൺ ടീമാണ്, എന്നിട്ട് 2 കോയിൻ എന്തിനാ അവർക്ക് കൊടുത്ത് എന്നുള്ള രീതിയിൽ അനീഷ് വഴക്കിടുന്നുണ്ട്. അക്ബർ വന്ന് വഴക്കിടുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടമാണ് എന്ന് GM പറയുന്നുണ്ട്, വഴക്കിടുന്നുണ്ട്. അപ്പോൾ വഴക്കിട്ടിട്ട് GM അപ്പുറത്തേക്ക് പോകുമ്പോൾ നൂറയും റെനൈ ഫാത്തിമയും വന്നിട്ട് GMൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒളിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട് വരുന്ന വസ്തു ഒരു തവണ ഉപയോഗിച്ചാൽ അതിൻ്റെ പവർ തീർന്ന് അത് GMന് എതിരെയും GMൻ്റെ ഡിസിഷനെതിരെയും ഇപ്പോൾ സ്റ്റാർ കൊടുത്തത് മാറ്റണമെങ്കിൽ അത് മാറ്റാം, പിന്നെ വേറെ എന്തെങ്കിലും ഡിസിഷൻ GM എടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തമായി എടുത്തിട്ടുണ്ടെങ്കിൽ അതും മാറ്റാം, ആ ഒരു പവർ ഉണ്ട് അതിലേക്ക്. അപ്പോൾ അതിലിനോട് ബിഗ് ബോസ് ചോദിച്ചു ഇപ്പോൾ ആ പവർ ഇതാക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ അതിലെ പറഞ്ഞു ആക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരു കൺസിഡറേഷൻ ഇല്ല, അതായത് ഓണറിൻ്റെ മകളായിട്ടും എന്നെ ഇവിടെ ആ ഒരു രീതിയിൽ കണക്കാക്കണ്ട എന്ന് GM പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് മാറ്റണം പറഞ്ഞു, ആ വാല്യൂ എനിക്ക് കിട്ടണം, ഓണറിൻ്റെ മകളായി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അത് സ്വീകരിച്ചു. അപ്പോൾ ഓണറിൻ്റെ മോൾക്ക് ആ ഒരു വാല്യൂ ഇവിടെ ഉണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട് ഞങ്ങളാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി എടുത്തത്, കാരണം ക്ലീനിങ് ടീം ആയതുകൊണ്ട് റൂം ക്ലീനിങ് വെസൽ വാഷിങ് എല്ലാം ഇവരാണ് ചെയ്യുന്നത്, എന്നിട്ടും ഞങ്ങൾക്ക് കോയിൻ തരാണ്ട് 2 കോയിൻ തരാണ്ട് അവർക്ക് എന്തിനാണ്, കുക്കിംഗ് ടീമിന് എന്തിനാണ് കോയിൻ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ശോഭ മാം എന്നെ ഹരാസ് ചെയ്തിട്ട് എന്നെ അവിടെ മുതൽ ഇവിടെ വരെ, അതായത് ഇത് ചെയ്യിച്ചില്ല, റാംബാക്കൊക്കെ ചെയ്യിച്ചില്ല മേക്കപ്പ് ഇട്ടിട്ട്, അതൊക്കെ ചെയ്യിച്ച് നിങ്ങളതിൽ ഇടപെട്ടില്ല, നിങ്ങളത് തടഞ്ഞില്ല, ഒരു GM എന്നുള്ള രീതിയിൽ നിങ്ങളത് തടയണ്ടായിരുന്ന, എന്നെ ഹരാസ് ചെയ്യായിരുന്നു, റാഗ് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ എനിക്ക് കോയിൻ തന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റാർ കൂടാതെ മറ്റേ പവർ ഇമ്മ്യൂണിറ്റി
അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റാർ കിട്ടാതെ നോമിനേഷൻ പവർ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ നിങ്ങൾക്ക് സ്റ്റാർ ആയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എൻ്റെ ഇത് കണ്ടിട്ട് സ്റ്റാർ തരുള്ളൂ, അതിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് വഴക്കാണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കും, നിങ്ങളത് പിൻവലിക്കുന്നവരെ അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞാൻ ഇവിടെ ഇരുന്ന് വഴക്കിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കും. ലക്ഷ്മിയും അനീഷും സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിവിയും വന്നിട്ട് പാ എന്ന് പറഞ്ഞിട്ട് ആട്ടിയിട്ട് ഓടിപ്പോകുന്നൊക്കെ ഉണ്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ചിരിയാണ് വന്നത്. അതിനുശേഷം പിന്നെ അനീഷ് ഫുഡ് കഴിക്കുന്നില്ല, ശോഭ വന്ന് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. ശോഭ പറയുന്നുണ്ട് എന്നോടും മിണ്ടില്ലേ, ഗസ്റ്റായ എന്നോടും മിണ്ടില്ലേ, ഫുഡ് കഴിക്കുക പറയുമ്പോൾ അനീഷ് മിണ്ടില്ലായിരുന്നു, അവിടെ തന്നെ ഇരിക്കണം. അതിനുശേഷം പിന്നെ ഷിയാസ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഫുഡ് കഴിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്ന് ഇവർക്ക് ജോലി ചെയ്യുന്നവർക്ക് ആക്ടിവിറ്റി ഏരിയയിലാണ് കിടക്കേണ്ടത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് വേണം കിടക്കാൻ. ഇവിടെ നമ്മുടെ ഹൗസിൽ കിടക്കാൻ പറ്റുന്നത് ഓണറിൻ്റെ മോൾക്കും ബോയ് ഫ്രണ്ടിനും പിന്നെ ഗസ്റ്റിനും മാത്രമാണ്. അപ്പം ഈ ആക്ടിവിറ്റി ഏരിയയ്ക്ക് പോണേക്ക് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് പോകാനിട്ട് ഒരുപാട് നിർബന്ധിച്ചിട്ട് പിന്നെ സാറ് പറഞ്ഞതുകൊണ്ട് ഞാൻ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പോകാൻ നേരത്ത് എല്ലാവരും ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്. ശോഭനയോട് അനീഷ് ഗുഡ് നൈറ്റ് പറയുന്നില്ല. അപ്പോൾ ശോഭ ചോദിക്കുന്നുണ്ട് എന്താ എനിക്ക് ഗുഡ് നൈറ്റ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിണ്ടാതെ പോവുകയാണ്. പിന്നെ ശോഭ പിന്നാലെ പോയി അനീഷിൻ്റെ പിന്നാലെ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ ചെയ്തത്, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് പുറത്ത് പോയി സംസാരിക്കുക, ഇവിടെ ഞങ്ങൾക്ക് കിടക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ പുറത്ത് വന്നിട്ട് അനീഷും ശോഭയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ നിങ്ങൾക്കൊരു ചലഞ്ചായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ഹാപ്പിയായി വെക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. സോ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടേ ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്തത്, നിങ്ങൾ ടാസ്ക്കായിട്ട് എടുക്കണം, ഇനിയിപ്പോൾ അങ്ങനെ ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോറി പറയുന്നുണ്ട്. എന്നിട്ട് ശോഭ ഒരുപാട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് റെസ്പെക്റ്റാണ് ഇതുവരെ ഉണ്ടായിരുന്നത്, പക്ഷെ നിങ്ങൾ ഇതൊന്നും തരാതിരുന്നപ്പോൾ എന്തോ പോലെയായി, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ആയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ റിയാസ് വരുന്നുണ്ട്, ലക്ഷ്മിയായിട്ട് പൊരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നാളെ ഞാൻ റിവ്യൂ ആയിട്ട് വരാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.